ഈ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് ശരിക്കും അതും BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? രാഷ്ട്രീയം എനിക്ക് വഴങ്ങുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. ആസ് എ പോലീസ് ഓഫീസർ, പിന്നെ ഞാൻ പോലീസിൽ കയറുമ്പോൾ തന്നെ നമ്മളൊരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്, രാഷ്ട്രീയമായിട്ട് ന്യൂട്രൽ ആയിരിക്കും എന്നുള്ളത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാജ്യത്തെയും ജനങ്ങളെയും സേവനം ചെയ്യും എന്നുള്ളൊരു വാക്ക് പ്രതിജ്ഞയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് 33.5 വർഷം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾക്കും നാടിനും വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചത്. അപ്പോൾ അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് മനസ്സിൽ രാഷ്ട്രീയം ഇല്ല, ഉണ്ടായിരുന്നോ? ഇല്ല, ഒട്ടുമില്ല. ഓക്കെ. ഞാൻ കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു, വിമൻസ് കോളേജിൽ ഒരു വർഷം മാഗസിൻ എഡിറ്റർ ആയിരുന്നു. അപ്പോഴും രാഷ്ട്രീയമില്ലായിരുന്നു. രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. എനിക്ക് വഴങ്ങില്ല എന്നായിരുന്നു. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്. നമുക്ക് വഴങ്ങി നിൽക്കണം, ആളുകളുമായിട്ട് എന്താണ് ഒരു വഴുവഴുപ്പ് വേണം, ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. അതിപ്പോഴും താങ്കൾക്ക് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല. എനിക്കില്ല, അത് വരികയില്ല. പിന്നെ ഒരു നുണ പറയാനുള്ള ഒരു കഴിവ് വേണം രാഷ്ട്രീയക്കാർക്ക്. അതും എനിക്കില്ല. ഓക്കെ. അതൊരു ക്വാളിറ്റി ആണോ? അതെ, രാഷ്ട്രീയക്കാരാണെങ്കിൽ ആ ഷ്രൂഡ്നെസ് എന്ന് പറയുന്നത്, അതായത് കൂർമ്മ ബുദ്ധി, കുറുക്കൻ്റെ ബുദ്ധി, കൂർമ്മ ബുദ്ധി, പിന്നെ ഒരു വഴുവഴുപ്പ്, അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി, പിന്നെ നുണ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു കഴിവ്. എൻ്റെ ധാരണ ഇതൊക്കെയായിരുന്നു. ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ നല്ല തൊലിക്കെട്ടി വേണം. കാരണം ഒരുപാട് അപവാദങ്ങളും ഇതുപോലെ വിവാദങ്ങളും വരുന്നതൊക്കെ സഹിച്ച് നിൽക്കേണ്ട ഒരു നല്ല തൊലിക്കെട്ടി വേണം. ഞാൻ rather സെൻസിറ്റീവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് രാഷ്ട്രീയം എനിക്ക് പറ്റില്ല, വഴങ്ങില്ല എന്ന്. അൺലെസ് ഐ സോ മോദിജി എന്നുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള ഒരു വ്യക്തിത്വം രാഷ്ട്രീയത്തിൽ ഇത്ര നേതൃസ്ഥാനത്തിൽ വരാൻ പറ്റും, ഇത്രയധികം നന്മ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഹീസ് എന്താണ് നമ്മൾ പറയുന്നത്, ഒരു അവതാരം പോലെ, രാഷ്ട്രീയത്തിലൊരു അവതാര പുരുഷൻ. യാ, റോൾ മോഡൽ എന്ന് പറയാം. അദ്ദേഹം വന്നതിന് ശേഷമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊന്നും വേണ്ട, ഇതില്ലാതെയും നമുക്ക് നീതി, ന്യായം, സത്യം, ആത്മാർത്ഥത, സേവന മനോഭാവം ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ല രാഷ്ട്രീയക്കാരനായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ഓക്കെ, ഞാൻ സ്ട്രേറ്റ് അവേ രാഷ്ട്രീയം പറയണ്ടെന്ന് വിചാരിച്ചെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ആദ്യമേ കടന്നുപോയി. അതിൽ സോറി, കുഴപ്പമില്ല. കാരണം കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ, ആദ്യത്തെ വനിതാ IPS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന മറ്റൊരു പേരാണ് കിരൺ ബേദി. അവരുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരെ ഉള്ള സൗഹൃദം, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയുമോ? വളരെ നല്ല റിലേഷൻഷിപ്പാണ്. അത് കിരൺ ബേദി ഞങ്ങളുടെ ഗോഡ് മദർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു എല്ലാ കാലത്തെയും മെൻറ്റർ, ഗൈഡ്, ഫിലോസഫർ, അഡ്വൈസർ ഫോർ ഓൾ ലേഡി IPS ഓഫീസേഴ്സ്. അപ്പം നമ്മുടെ വനിതാ IPS ഓഫീസേഴ്സ് സർവീസ് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കേൾക്കുന്നത് കിരൺ ബേദി മാഡം ആണല്ലോ ആദ്യത്തേത്. അപ്പോൾ പറഞ്ഞ ഒരു പരിഗണനയും നമ്മുടെ പരിശീലന കാലത്ത് സ്വീകരിക്കരുത്. കാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ 100 കൂട്ടം പരിഗണനകൾ പറയും. പരിഗണനയാണോ? ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നാഷണൽ പോലീസ് അക്കാഡമിയിൽ ഞങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ പരീക്ഷ എഴുതി ഒരുപോലെ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ നടത്തി വരുന്നതല്ലേ. പരിശീലന സമയത്ത് അവർ പറയും, പുരുഷന്മാർ 100 മീറ്റർ ഇപ്പോൾ 5 മിനിറ്റിൽ ഓടിയാൽ മതി, നിങ്ങളാണെങ്കിൽ 100 മീറ്റർ ഓടുമ്പോൾ 8 മിനിറ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ, അല്ലെ 8 സെക്കൻഡ് എടുത്തോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടാന്നേ പറയാവൂ എന്ന് കിരൺ ബേദി മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഇത്രയും സമയം കൊണ്ട് 100 പുഷപ്പ് ചെയ്യാനായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ 50 ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിഗണന ഇല്ലാതെ ഒരേ തരത്തിൽ ട്രെയിനിങ്ങും പരിശീലനം കൂടെ പൂർത്തിയാക്കിയിട്ട് ഫീൽഡിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ ജോലി കിട്ടുകയുള്ളൂ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എപ്പോഴും പരിപാലിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈക്വലാണ്. പുരുഷന്മാരെ പോലെ ഞങ്ങൾക്ക് പഠിച്ച ഒരു ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ്ങിലും അത് ഞങ്ങൾക്ക് വേണ്ട, ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും കിട്ടുന്നത്, സാരമില്ല, ഞങ്ങൾ എന്തായാലും ശ്രമിക്കും എന്നുള്ള ഒരു ശക്തി നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ വലിയ കാര്യമാണ് കാണുമ്പോഴൊക്കെ ശ്രീനെ വിളിക്കുന്നതന്നെ, ഹലോ ശ്രീ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാറുണ്ട്. ഷീ ഈസ് എ വെരി ഫ്രണ്ട്ലി പേഴ്സൺ.